ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ക്രോക്കറ്റാണ്. അപ്പം എൻ്റെ കയ്യിൽ ഇങ്ങനെ ഇച്ചിരി എക്സ്ട്രാ എപ്പോഴും സ്റ്റോക്ക് ഉണ്ട്. അപ്പം ഞാൻ ഈയിടെ ഓർത്തോട് ഹെഡ് ബാൻഡ് ഉണ്ടാക്കാവുന്ന ഒത്തിരി ടൈപ്പ് ഉണ്ടാക്കാം. ഞാൻ സിമ്പിളായിട്ട് ഒരു രീതിയിൽ ഉണ്ടാക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ ആയിട്ട് ഇടുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇത് ബേബി ഊളാണ്. അപ്പം നമ്മൾ ഹെഡ് ബാൻഡായിട്ട് പിന്നിയാലും തലയെ കെട്ടുമ്പം ചൂടൊന്നുമില്ല, നല്ല സുഖമായിരിക്കും. സോഫ്റ്റ് നൂലാണ്. അപ്പം ഞാൻ പിങ്ക് കളറാണ് എടുത്തിരിക്കുന്നത്. ക്രോഷേ പിന്നുന്നത് ഞാൻ ഒത്തിരി വീഡിയോ ഇതിനു മുമ്പേ ഇട്ടിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ബേസിക് നമ്മൾ സാധാ ഒരു നോട്ട് ഇടുന്നത് പോലെ ഇട്ടിട്ട് പിന്നെ നമ്മൾ ചെയിൻ സ്റ്റിച്ചാണ് ആദ്യം പിന്നേണ്ടത്. 40 ചെയിൻ സ്റ്റിച്ച് കണ്ടിന്യൂ പിന്നെ ഒരേപോലെ. ആദ്യമായിട്ട് ക്രോഷേ പിന്നുന്നവരാണെങ്കിൽ ഈ ചെയിൻ പിന്നുന്നത് ഇച്ചിരി ലൂസായിട്ട് പിന്നിയാൽ മതി. ഞാനിപ്പോൾ ഇത് കാണിക്കാൻ വേണ്ടി ഇച്ചിരി ലൂസായിട്ടാണ് പിന്നുന്നത്. ഇച്ചിരി കൂടെ ടൈറ്റായിട്ട് പിന്നിയാൽ കാണാൻ ഇച്ചിരി കൂടെ ഭംഗിയാണ്. 40 ചെയിൻ സ്റ്റിച്ച് ഇട്ട് കഴിയുമ്പോൾ സെക്കൻഡ് ലെയറും അതുപോലെ തന്നെ നമ്മൾ ഒരു ചെയിൻ സ്റ്റിച്ചും പിന്നെ ഒരു ഡബിൾ ക്രോഷയും ഇങ്ങനെ കണ്ടിന്യൂ പിന്നണം. ഇനി ഇങ്ങനെ 3-4 ലെയർ പിന്നെ നമുക്ക് വീതി ഉള്ളതനുസരിച്ച്, ഇപ്പോൾ ആർക്ക് വേണ്ടിയോ ഉണ്ടാക്കുന്ന അതനുസരിച്ച് പ്രായം, അപ്പോൾ ഓരോരുത്തരുടെ തലയുടെ സൈസ് വെച്ച് പ്രായം കൊച്ചു പിള്ളേർക്കാണെങ്കിൽ ഈ 40 എണ്ണം എന്ന് പറയുന്ന 25 എണ്ണം ഉണ്ടാക്കിയാൽ മതിയായിരിക്കും. പിന്നെ 4 ലെയർ എന്ന് പറയുന്ന 2 ലെയർ വെച്ച് പിന്നിയാൽ മതിയായിരിക്കും. ഞാനിതെൻ്റെ പൊന്നുവിൻ്റെ സൈസിനാണ് ഉണ്ടാക്കുന്നത്. ഇതെല്ലാം ഓരോരോ ലെയറായിട്ട് പിന്നുന്നത് കാണിച്ചാൽ ഒത്തിരി വീഡിയോ ലോങ് ആകുകയും ചെയ്യും. അത്രയും ആരും കാണാനും താല്പര്യപ്പെടത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സ്പീഡിൽ പറഞ്ഞു പോകുന്നത്. ഈ ചെയിൻ സ്റ്റിച്ച് ഓരോരോ സ്റ്റിച്ചും ഞാൻ ഇതിനു മുമ്പേ വീഡിയോ ഒന്നൊന്നായിട്ട് ഡീറ്റെയിൽ ഇട്ടിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഷോർട്സായിട്ട് ഇടാനും നോക്കാം. ഇതെന്ന് വെച്ചാൽ ഇച്ചിരി പ്രയാസമുള്ള കാര്യമാണ്. 2 കൈ കൊണ്ടും ജോലിയും ചെയ്യണം. അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ ഈയിടെ സ്റ്റാൻഡ് മേടിച്ച് അതിലാണ് വീഡിയോ എടുക്കുന്നത്. എത്രയും ക്ലിയറായിട്ട് വരുന്നുണ്ടെന്നുള്ളത് ഞാൻ എടുത്ത് പഠിക്കുന്നതായതുകൊണ്ടേ വീഡിയോ ഇങ്ങനെ അല്ലാതെ സ്റ്റാൻഡിൽ വെച്ച് എടുക്കാനൊക്കെ നല്ലപോലെ പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒന്നൊന്നും ക്ലിയറായിട്ട് ഇടാൻ ശ്രമിക്കാം. എനിക്കിപ്പോൾ ഈ ക്രോഷേ പിന്നുന്നത് ഞാൻ നോക്കണമെന്ന് പോലും ഇല്ല. വേറെ എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരുന്നാലും അത് ഇത് കറക്റ്റ് പിന്നിപ്പോകാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് എനിക്കിങ്ങനെ നോക്കി പതുക്കെ പിന്നുമ്പം എനിക്കത് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. അപ്പം നമ്മൾ 2 സൈഡും കംപ്ലീറ്റ് 4 ലെയർ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ചെയിൻ സ്റ്റിച്ച് നീളത്തിൽ അത് നമ്മൾ ഈ പുറകുവശം വെച്ച് കെട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് എത്ര നീളം വേണമെങ്കിലും അത്രയും വയ്ക്കാം. ഞാനിപ്പോൾ ഒരു 30-35 ചെയിൻ സ്റ്റിച്ചാണ് ഇടുന്നത്. നീളം കൂടുതൽ വേണമെങ്കിൽ ഇച്ചിരി കൂടെ പിന്നെ ചെയിൻ സ്റ്റിച്ച് ഒത്തിരി നീളം വേണ്ട. നമുക്ക് പുറകിൽ നീണ്ട് കിടന്നാലും ചിലപ്പോൾ മുടിയെ ഉടക്കി അത് ഇതാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ ആവശ്യം അനുസരിച്ച് നമുക്ക് നീളം വെച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മേലിൽ തന്നെ ഒരു സിംഗിൾ ക്രോഷേ ഞാൻ ഇടുന്നുണ്ട്. അത് ഇച്ചിരി കൂടെ നീറ്റായിട്ട് വരാൻ 2 സൈഡും ഒരു ബോർഡർ പോലെ ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഫിനിഷിങ് കറക്റ്റായിട്ടിരിക്കും. ഞാൻ ഇത് മൊത്തം പിന്നിക്കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ക്ലിയറായിട്ട് വീഡിയോ കാണിക്കാം. അപ്പോൾ ഇത് കണ്ടോ, ഈ 2 സൈഡും ഇതുപോലെ പിന്നി വരുമ്പോഴത്തേക്ക് നല്ല ഭംഗിയായിരിക്കും. ഇതൊക്കെ നമ്മൾ സ്വന്തമായിട്ട് പിന്നാൻ പഠിച്ചാൽ നമ്മൾ ഓരോരോ ഡ്രസ്സിനും മാച്ചായിട്ട് കൊച്ചു പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും ഭംഗിയല്ലേ, ഓരോരോ ഡിസൈനിൽ ഉണ്ടാക്കി ഇടാൻ പറ്റും. അതുപോലെ ഹെയർ ബാൻഡിനകത്തും ക്രോക്കറ്റ് പിന്നുന്നത് ഞാൻ വീഡിയോ അതിന് മുമ്പേ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പൊന്നു ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ തലയിൽ വെച്ച് കെട്ടി നോക്കിയതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇത് കൊച്ചുണ്ടാക്കിയതാണ്. അവൾ ഹോസ്റ്റലിൽ ഇരുന്ന് ഉണ്ടാക്കിയതാണ്. ഇത് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ ഫിനിഷിങ്ങിൻ്റെ ആ സൈഡ് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് 2ഉം കൂടെ എടുത്ത് കാണിച്ചത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. Thank you for watching.